കുത്തിയൊലിച്ചൊഴുകുന്ന ബാവലിപ്പുഴയുടെ ഇരുകരകളിലായി രണ്ടു ക്ഷേത്രങ്ങൾ, അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. ദക്ഷിണകാശിയായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഇതിൽ ക്ഷേത്രമില്ലാ ക്ഷേത്രമായ അക്കരെ കൊട്ടിയൂരാണ് വൈശാഖോത്സവം നടക്കുന്നത്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവം നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടത്തിൽ അവസാനിക്കും. മനുഷ്യനും പ്രകൃതിയും ചേർന്ന് നടത്തുന്ന ഉത്സവമാണ് വൈശാഖോത്സവം. ദക്ഷിണകാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തസ പ്രദക്ഷിണ വഴിയിൽ നീരൊഴുകണമെന്നാണ് ഇവിടുത്തെ വിധി. തന്റെ പിതാവായ ദക്ഷനിൽ നിന്നും ഭർത്താവായ പരമശിവനേൽക്കപ്പെട്ട അധിക്ഷേപത്തിൽ മനംനൊന്ത് സതീദേവി അഗ്നിയിൽ ആത്മാഹൂതി ചെയ്ത അമ്മാറക്കൽത്തറയും പരമശിവന്റെ തിരുജടയിൽ നിന്നുരുവം കൊണ്ട വീരഭദ്രൻ ദക്ഷനെ വധിച്ച വാളും യാഗശാലയും കണ്ടുതൊഴാം. ഈ വൈശാഖോത്സവ നാളുകളിൽ പൂജകളൊന്നുമില്ലാതെ അടഞ്ഞുകിടക്കുന്ന ഇക്കരെ കൊട്ടിയൂരും തൊഴുതു മടങ്ങുമ്പോൾ ദക്ഷന്റെ ദീക്ഷയായി കരുതുന്ന ഓടപ്പൂവും വാങ്ങാം. ഈ ഓടപ്പൂവുമായി ആ യാഗശാല വിട്ടിറങ്ങുമ്പോൾ കാശിയിൽ പോയി മടങ്ങുന്ന പുണ്യമാണ്. അങ്ങ് അവിടുത്തെ തിരക്കും സൗകര്യക്കുറവുമെല്ലാം ഭക്തനെ സംബന്ധിച്ച് രണ്ടാമത്തെ കാര്യമാണ്. പ്രഥമം കൊട്ടിയൂർ പെരുമാളിനെ വണങ്ങാൻ സാധിച്ചു എന്നത് തന്നെയാണ്. ഈ യാത്രയുടെ തുടക്കം തൃശ്ശിലേരിയിൽ നിന്നായിരുന്നു. അവിടെ നിന്ന് തിരുനെല്ലി. കൂടുതൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൂടാം.